ഹലോ എവരിവൺ, എല്ലാവർക്കും കേൾക്കാലോ അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനെ കുറിച്ചായിരുന്നു. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ പറഞ്ഞതാണ്. അതും ഒരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ് കേട്ടോ. കാരണം എപ്പോഴും എക്സാമിന് വരുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്താണെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാനും അതുപോലെ തന്നെ നമ്മുടെ ഭാവി തലമുറയിലെ ആവശ്യങ്ങൾ നിറവേറ്റാനും കഴിയുന്ന രീതിയിൽ സ്രോതസ്സുകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ ആ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെയാണ് സുസ്ഥിരമായ വികസനം അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയാം. ഓക്കെ, അതൊന്ന് ഓർത്തിരുന്നോളൂ. ഓക്കെ, അപ്പം ഒന്ന് മ്യൂട്ട് ചെയ്തോളൂ കേട്ടോ. ഇപ്പൊ കയറി മ്യൂട്ട് ചെയ്തോളൂ. ഓക്കെ, മഞ്ജു അല്ലേ? അല്ല ഓക്കെ. അപ്പോൾ നമുക്ക് അതിന്റെ ബാക്കി നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിന്റെ ബാക്കി നോക്കാം. ഇക്കണോമിക് കോമ്പോണൻസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ട്. അതായത് നമ്മൾ കുറെ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എങ്ങനെയാണ് നല്ല രീതിയിൽ കൊണ്ടുപോകേണ്ടത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി ഇക്കണോമിക് കോമ്പോണൻസ് കൂടെ നമ്മൾ പഠിച്ചിരുന്നാൽ മാത്രമേ എങ്ങനെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് വളരെ കൃത്യമായിട്ട് നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഇക്കണോമിക് ഡെവലപ്മെന്റ് വാസ് വൺ ഓഫ് ദ major concerns of the development nations after the second half of the 20th century. The focus was one of the social, economic, and political issues encountered in the development process. Most of the countries progressed in gross domestic production of GDP and human development index, but there are negatively growth in Africa. The problem lies in the rise of the income inequalities and negative impact of development on environment and the existing social structures. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് നമ്മൾ നല്ല രീതിയിൽ ഇപ്പോൾ ഓക്കെ, ഒന്ന് മ്യൂട്ട് ചെയ്തോളൂ കേട്ടോ. മഞ്ജു ഒന്ന് മ്യൂട്ട് ചെയ്തോളൂ, ഇടയ്ക്കൊന്ന് ഇതായി പോയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്കണോമിക് ഗ്രോത്ത് നമുക്ക് ഉണ്ടാവണമെങ്കിൽ നമ്മൾ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യണമെന്ന് പറഞ്ഞു. കാരണം നമ്മുടെ ലിഫ്റ്റിൽ കയറിയ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ? ലിഫ്റ്റ് ഒരു കൂടുതൽ ആളുകൾ കയറി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് ആ ലിഫ്റ്റിൽ താങ്ങാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ കയറി കഴിഞ്ഞാൽ അതൊരിക്കലും പ്രവർത്തിക്കില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ രാജ്യവും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റും ഒക്കെ. നമുക്ക് ആ സ്റ്റേറ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ ആ ഒരു സ്റ്റേറ്റിൽ ഉണ്ടെങ്കിൽ നമ്മുടെ സാമ്പത്തിക സ്ഥിതി അതനുസരിച്ച് കുറയും. കാരണം ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ഒരു കുടുംബത്തിൽ 10-12 അംഗങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു ടൈമിൽ ആളുകൾ നമ്മുടെ മുത്തശ്ശിമാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാവും. അവർക്ക് ഇഷ്ടംപോലെ നിലവും ഒക്കെ ഉണ്ടാവും ചിലപ്പോൾ. പക്ഷെ ആ നിലത്തിൽ നിന്ന് കൊണ്ടുവരുന്ന പാടങ്ങളൊക്കെ ഉഴുതുമറിച്ച് നെല്ല് കൊയ്ത് ഇവിടെ കൊണ്ടുവന്നാൽ പോലും അത് എല്ലാ ആളുകൾക്കും തികയണമെന്നില്ല. അത്രത്തോളം അംഗസംഖ്യ ഉള്ളത് കൊണ്ട് ഒന്നിനും ചിലപ്പോൾ ഭക്ഷണമായാലും വസ്ത്രമായാലും അതുപോലെ തന്നെ പണമാണെങ്കിലും തികയണമെന്നില്ല. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ 1-2 കുട്ടികളും 3-4 ആളുകളൊക്കെ ഒരു വീട്ടിലുള്ളൂ അല്ലെ? അപ്പൊ അതനുസരിച്ച് ആളുകൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ എമൗണ്ട് ആഹാരങ്ങൾ കഴിക്കാനും അതുപോലെ ഇഷ്ടമുള്ളത് കഴിക്കാനൊക്കെ യാതൊരു കുഴപ്പമില്ല, നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് കാരണം ആ അംഗസംഖ്യയിലുള്ള ആ ഡിഫറൻസ് നമ്മൾ നല്ല രീതിയിൽ ബാധിക്കാറുണ്ട്. അപ്പം എക്സ്പോഷണൽ ഇറ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇവിടെ പറയുന്നുണ്ട്. The increase in the population is leading to the shortage of water and food, and poverty would lead to crisis of losses of world's ecosystems, species, and the state of the occasions. There are so many changes in the global economy, and the frequent in oil prices send economies into turbulence. There is a shocking and growing inequality between the rich and the poor. അപ്പോൾ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് എന്താ? ഇത്തരത്തിലുള്ള ഒരുപാട് ആളുകൾ അല്ലെങ്കിൽ വിസ്ഫോടനം എന്ന് പറയും അല്ലെ? ജനസംഖ്യ വിസ്ഫോടനം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ അമിതമായിട്ടുള്ള ജനസംഖ്യ വർധനവിനെയാണ് ഇങ്ങനെ പറയുന്നത്. അപ്പം
അപ്പൊ ഇത്തരത്തിലുള്ള അത്യാവശ്യമുള്ള ഒരു ജനസംഖ്യ വർധനവൊക്കെ വന്നു കഴിയുമ്പോൾ ആളുകൾക്ക് ചിലപ്പോൾ നമുക്ക് ഒരു ഗ്രോത്ത് ഉണ്ടാവണമെന്നില്ല. പല രീതിയിൽ ചിലപ്പോൾ ഹെൽത്തിന്റെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ പണത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ നമുക്ക് ചിലപ്പോൾ ഒത്തിരി വ്യത്യാസങ്ങൾ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ജലസ്രോതസ്സുകൾ, അതുപോലെ തന്നെ നമ്മുടെ ഇന്ധനങ്ങൾ, ഇതിന്റെയൊക്കെ വില കൂടാനും സാധ്യതയുണ്ട്. കാരണം ജലമൊന്നും എല്ലാവർക്കും കിട്ടാത്തൊരവസ്ഥ വരും. ഒരുപാട് ആളുകൾ ഉണ്ടാകുമ്പോൾ ഇപ്പം 2 കുപ്പി വെള്ളമേ നമ്മുടെ കൈവശം ഉള്ളെങ്കിൽ, 2 പേര് ഉള്ളെങ്കിൽ നമുക്ക് വേണമെങ്കിൽ 2 ഒരു 24 മണിക്കൂറൊക്കെ ആ ഒരു വെള്ളം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഒരു കുപ്പി വെള്ളം ഒരാൾക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു കുപ്പി വെള്ളം ഒരു 4 പേർക്ക് ഒരു കുപ്പി വെള്ളം ഉള്ളെങ്കിൽ അത് 5 മണിക്കൂർ കൊണ്ട് തീരാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലേ? അതുപോലെ തന്നെയാണ് നമ്മുടെ ജലസ്രോതസ്സുകളും. ജലസ്രോതസ്സുകളിലൊക്കെ ഈ മലിനീകരണ പ്രശ്നം കാരണം ജലസ്രോതസ്സുകളൊക്കെ വറ്റി വരളുകയും നമുക്കുള്ള ജലം ആളുകൾക്ക് തികയാതെ വരുന്നതൊക്കെ ഒരു സന്ദർഭം വരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ഈ ജനസംഖ്യാ വിസ്ഫോടനം അതുപോലെ തന്നെ ഒരുപാട് ആളുകളുടെ പോപ്പുലേഷൻ ഒക്കെ നിയന്ത്രിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അല്ലെങ്കിൽ നമ്മളത് ചെയ്യണം. ഇനി റോൾ ഓഫ് ഇൻഡസ്ട്രി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ട്. ഇതും ഒരു ഇക്കണോമിക് കോമ്പോണൻസ് ആണ് കേട്ടോ. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഇക്കണോമിക് കോമ്പോണൻസ് ആണ്. റോൾ ഓഫ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ദ പ്രൈവറ്റ് ഇൻഡസ്ട്രീസ് ക്യാൻ ബി ദ ഗ്രേറ്റ് ഹെൽപ്പ് ഇൻ അച്ചീവിംഗ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആസ് ദേ ഹാവ് ദ എബിലിറ്റി ടു ഡിപ്ലോയ് human resources that can think the sustainable solutions to the production of goods and services. These industries can look for solutions to keep their organization profitable and contribute to keep the ecosystem viable. One solution can be corporate social responsibility. റോൾ ഓഫ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഇൻഡസ്ട്രി സെക്ടറുകൾ നമുക്കറിയാം അല്ലേ? വ്യവസായശാലകളൊക്കെ നമുക്കറിയാം. ആ വ്യവസായശാലകൾ നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് ഒരുപാട് സഹായിക്കാറുണ്ട്. കാരണം ഈ ഒരു വ്യവസായശാലകളിൽ നിന്ന് ഒഴുകുന്ന മലിനജലവും അതുപോലെ തന്നെ മാലിന്യങ്ങളൊക്കെ നദികളിലും അതുപോലെ തന്നെ നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ വ്യാപിക്കുകയും അത് ഒരുപാട് മലിനീകരണ പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യാറുണ്ട്. അതുകൊണ്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് അല്ലെങ്കിൽ ഇക്കണോമിക് കോമ്പോണൻസ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഇൻഡസ്ട്രിയിൽ സെക്ഷനും കൂടെ നമുക്ക് വേണമെങ്കിൽ കൂട്ടിച്ചേർക്കാം. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഒരു ഇക്കണോമിക് ഫാക്ടർ ആയിട്ടുള്ള ഈ ഒരു വ്യവസായശാലകളിൽ നിന്നുള്ള ഒരു പിന്തുണയും കൂടെ നമുക്ക് ആവശ്യമാണ്. ഓക്കെ, പ്രത്യേകിച്ച് നമ്മൾ പറയാറുണ്ട് ഇൻഡസ്ട്രി സെക്ഷൻസ് കുറെ കൂടെ പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കാനായിട്ടുള്ള നടപടിക്രമങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ കുറെ നാളും കൂടെ ഈ ഒരു ഭൂമിയെ വളരെ നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ടാണ് റോൾ ഓഫ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ ഒരു കോമ്പണന്റ് ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ഇക്കണോമിക് സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, ഇക്കണോമിക് സസ്റ്റൈനബിലിറ്റി ഇൻക്ലൂഡ് പ്രൊഡ്യൂസിംഗ് goods and services on the continuing basis of maintain manageable levels of governments and external debt and avoiding extreme sectoral imbalances which demand agriculture or industrial production. The human welfare includes adequate access to food, clothing, housing, transportation, health and education services, etc. അപ്പോൾ ഇക്കണോമിക് സസ്റ്റൈനബിലിറ്റിയിൽ നമ്മൾ ഈ കാണുന്ന കാര്യങ്ങൾ കൂടുതൽ പ്രധാനമാണ്. ഹ്യൂമൻ വെൽഫെയറിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. കാരണം ട്രാൻസ്പോർട്ടേഷന് അതുപോലെ തന്നെ ഹെൽത്ത് കാര്യങ്ങളെല്ലാം നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം. കാരണം ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും കൂടുതൽ ഹെൽത്ത് ഇസ് വെൽത്ത് എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ? ആരോഗ്യമാണ് ഏറ്റവും വലിയ ധനം. നമുക്ക് ആരോഗ്യമുണ്ടെങ്കിൽ നമുക്ക് എന്ത് ജോലി വേണമെങ്കിലും ചെയ്ത് നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. പക്ഷെ ആരോഗ്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് ഒന്നിനും സാധിക്കാത്തൊരവസ്ഥ വരും. ചിലപ്പോൾ ഒന്ന് തന്നെ എഴുന്നേറ്റ് പോയി ടോയ്ലറ്റിൽ പോകാൻ പോലും പറ്റാത്ത അവസ്ഥ നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം ആരോഗ്യം സംരക്ഷിക്കാനായിട്ടുള്ള എല്ലാ മുൻകരുതലുകളും കാര്യങ്ങളും നമ്മൾ എടുക്കുക തന്നെ വേണം. ആരോഗ്യം ഏറ്റവും വലിയ സമ്പത്തായിട്ട് കാണുകയും കൂടെ വേണം. ഓക്കെ, അതിൽ തന്നെ ഇക്കണോമിക് സസ്റ്റൈനബിലിറ്റിയിൽ ഉൾപ്പെടുന്ന ഒരു കാര്യമാണ് റിന്യൂവബിൾ റിസോഴ്സ് എന്ന് പറയുന്നത്. റിന്യൂവബിൾ റിസോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് പുനർ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഈ ഒരു സ്രോതസ്സുകളെയാണ് നമ്മൾ പറയുന്നത് കേട്ടോ. റിന്യൂവബിൾ റിസോഴ്സ് എന്ന് പറയുന്നത് പല സാധനങ്ങളുണ്ട്. ചിലപ്പോൾ നമ്മൾ ആക്രിക്കട എന്നൊക്കെ പറയുന്നത് നമ്മൾ ആക്രിക്കടയിലൊക്കെ ഒരുപാട് സാധനങ്ങൾ കൊണ്ട് കൊടുക്കാറുണ്ട് അല്ലെ? പ്ലാസ്റ്റിക് ബോട്ടിലുകൾ, അതുപോലെ തന്നെ വക്ക് പൊട്ടിയ കസേരകൾ കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള പത്രങ്ങളൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പൊ ഈ പത്രങ്ങളൊക്കെ കൊടുക്കുന്നത് അത് ഒന്നും കൂടെ വേണമെങ്കിൽ പത്രങ്ങളെല്ലാം ആക്രിക്കടയിൽ നിന്ന് ശേഖരിച്ച് അത് വേണമെങ്കിൽ അവർക്ക് റിന്യൂവബിൾ ചെയ്യാനായിട്ട് സാധിക്കും. റിന്യൂവബിൾ ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസ് ആണ് ഈ ഒരു പത്രങ്ങൾ എന്നൊക്കെ പറയാം. പേപ്പറുകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ
അത് ഒന്നുകൂടെ ഇങ്ങനെ അരച്ചത് പിന്നെയും പേപ്പറായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റും. അപ്പൊ എന്താണ്, വെറുതെ കത്തിച്ച് കളയാതെ അല്ലെങ്കിൽ വെറുതെ എവിടെയെങ്കിലും കൊണ്ടിടാതെ വെറുതെ ദ്രവിച്ച് കളയിക്കാതെ നമ്മൾ എന്താണ് കൃത്യമായിട്ട് ഇത്തരത്തില് ആക്രിക്കടയിലൊക്കെ കൊണ്ടുപോയി കൊടുക്കുകയാണെങ്കിൽ അവർ അതനുസരിച്ച് പ്രത്യേകിച്ച് ആളുകൾ അത് വന്ന് എടുത്തുകൊണ്ട് പോയി അത് പിന്നെയും ഒരു പ്രൊഡക്റ്റ് ആയിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നതിന് അത് സഹായകമാവും. അപ്പം നമുക്ക് പൈസയും കിട്ടും, അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ഭൂമിക്കും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ സൊസൈറ്റിക്ക് ചെയ്യുന്ന ഒരു ഉപകാരം കൂടിയാണത്. അപ്പൊ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഈ വക്ക് പൊട്ടിയ കസേരകളും കാര്യങ്ങളെല്ലാം നമ്മൾ അവിടെ ഇവിടെയൊക്കെ ഇടുകയും അല്ലെങ്കിൽ തോട്ടിക്കൊണ്ടേ കളയോ ചില ചെരുപ്പുകളൊക്കെ ആണെങ്കിൽ നമ്മൾ അവിടെ ഇവിടെ കൊണ്ടിടാനുള്ള സാധ്യതകൾ കൂടുതലാണ് അല്ലെ. അപ്പൊ ഇതെല്ലാം എന്തൊക്കെയാണ് നമുക്ക് കടയിലോ അല്ലെങ്കിൽ റിന്യൂവൽ ചെയ്യാൻ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് ചെയ്യാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഈ വള്ളി പൊട്ടിയ ചെരുപ്പുകളൊക്കെ നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ വള്ളിയൊക്കെ കയറ്റിയിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് ചെയ്യുവാണെങ്കിൽ കൂടുതൽ ഇക്കണോമിക് സസ്റ്റൈനബിലിറ്റിയും കാര്യങ്ങളും നമുക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ ഈ ഒരു വേസ്റ്റ്, പ്രത്യേകിച്ച് നമുക്ക് സാമ്പത്തിക ലാഭം മാത്രമല്ല വേസ്റ്റ് കൂടുതൽ ഉണ്ടാവുന്നതിൽ നിന്ന് തടയാനും നമ്മളെ കൊണ്ട് നമുക്ക് പറ്റും. ഓക്കെ. പിന്നെ വരുന്ന ഇക്കണോമിക് തിയറി ആൻഡ് പോളിസി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. The three important essentials to be considered by the government in order to attain sustainable the moral improvement, public decision making and the formation of social values, the market and pursuing the important elements of the economic territory. അപ്പോൾ തിയറിയും പോളിസിയും തമ്മിൽ, ഇക്കണോമിക് തിയറി പോളിസി ഇതൊക്കെ നമ്മളെ വളരെയധികം സഹായിക്കുന്ന ഘടകങ്ങളാണ്. സാമ്പത്തികമായിട്ട് ചില നയങ്ങളും കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചിരിക്കുന്നത് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ സർക്കുലർ ഇക്കണോമി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സർക്കുലേഷനിൽ നമുക്ക് വേണമെങ്കിൽ കാര്യങ്ങൾ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദ വേസ്റ്റ് ആൻഡ് pollution do not exist by design products and materials in a circular economy. The green financing includes innovation, restricted critical sectors and acceleration of existing environmental plans, etc. by the government. The focus of the circular economy of the environmental performances improvement rather than taking a holistic view of the three components, social, economic and environmental. അപ്പോൾ ഈ സർക്കുലർ ഇക്കണോമി എന്ന് പറയുന്നത് നമുക്ക് 3 രീതിയിലുണ്ട്. അതിനെ ഒരു സർക്കിൾ രീതിയിൽ ചില ഒരു ചാർട്ട് രൂപത്തിൽ നമ്മളിങ്ങനെ വട്ടത്തിൽ നമ്മൾ കൊടുക്കാറില്ലേ, സർക്കുലർ ഇക്കോണമി എന്ന് പറയും. അപ്പൊ അതെന്ന് പറയുന്നത് യൂസ് ഓഫ് ഗ്രീൻ പ്രൊഡക്ട്സ്, നോൺ ടോക്സിക് ആൻഡ് റീസൈക്കിളബിൾ, ക്ലീനർ പ്രൊഡക്ഷൻ, യൂസ് ഓഫ് യുവർ resources mainly biodegradable, better service, extension of lifespan of products, collect of life products ആൻഡ് റീസൈക്കിൾ വേസ്റ്റ് റിസോഴ്സസ്. അപ്പോൾ ഈ ഒരു റീസൈക്കിൾ ചെയ്യാവുന്ന റിസോഴ്സസ് ഒക്കെ നമ്മൾ കൂടുതൽ റീസൈക്കിൾ ചെയ്യാനായിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിലൊരു സർക്കുലർ ഇക്കണോമി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തെടുക്കുക. നമുക്ക് വേണമെങ്കിൽ നമ്മൾ പറയാറുണ്ട് റീസൈക്കിൾ ചെയ്യാവുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ആക്രിക്കടയിൽ കൊണ്ട് കൊടുത്ത് അത് പിന്നീടും പ്രോഡക്റ്റ് ആയിട്ട് നമ്മുടെ മുമ്പിൽ വരും, അത് നമ്മൾ വാങ്ങിക്കുക, യൂസ് ചെയ്യുക, അത് പോകുമ്പോൾ പിന്നെയും ഇത്തരത്തിലുള്ള റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ കൊടുത്ത് പിന്നെയും അത് പ്രൊഡക്റ്റ് ആകും. അങ്ങനെ ഒരു സർക്കുലർ ഇക്കണോമി നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ കോർ പ്രിൻസിപ്പിൾസ് ഓഫ് സസ്റ്റൈനബിൾ ലിവ്ലിഹുഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റില് ദ സസ്റ്റൈനബിൾ ലിവ്ലിഹുഡ് ഈസ് ഡിപെൻഡന്റ് അപ്പോൺ ദ two major efforts, example community capacity building and institutional strengthening. This is recommended under the program of achievement of sustainable development goals or SDGs, that a sustainable livelihood framework must be conceptualized in a holistic way. Every government, the core principles defined by the Department for International Development, Sustainable Livelihood with the focus on development framework are people centered. അപ്പൊ അതൊന്ന് ഓർക്കുക, കോർ പ്രിൻസിപ്പിൾസ് ഓഫ് സസ്റ്റൈനബിൾ ലിവ്ലിഹുഡ് ആണ് കേട്ടോ. ആ ഒരു സസ്റ്റൈനബിൾ ലിവ്ലിഹുഡിന്റെ കോർ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ പീപ്പിൾ സെന്റേർഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. The people should be the main concern, keeping in view the following points: the difference between different groups of people, the link between the framework of sustainable livelihood with the culture of people, the people ability to adapt. അപ്പോൾ ഒരു പീപ്പിൾ സെന്റർ എന്ന് പറയുന്നത് ഈ 3 കോൺസെപ്റ്റ് ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. പിന്നെ റെസ്പോൺസീവ് ആൻഡ് പാർട്ടിസിപ്പേറ്ററി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ദ യൂസ് ഓഫ് ദ എക്സ്റ്റേണൽ ഏജൻസീസ് വിത്ത് എക്സിക്യൂട്ട് ദ ഫ്രെയിംവർക്ക് ഓഫ് sustainable livelihood should be done so that the established process as responsibility of the poor. മൾട്ടി ലെവൽ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൂടി ഉണ്ട്. മൾട്ടി ലെവൽ എന്ന് പറയുന്നത് നമുക്ക്
The poverty elimination can take place both at the micro and level. The micro level activities include the activity that will provide sustainable livelihood, whereas the macro level includes the structures and process that will help the people to build their capacities and abilities accordingly. അപ്പോൾ ഒരു മൾട്ടി ലെവൽ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും നമ്മൾ ഈ ഒരു കാര്യത്തിൽ പഠിക്കണം. പിന്നെ വരുന്നത് പാർട്ണർഷിപ്പ് ആണ്. പാർട്ണർഷിപ്പ് അതുപോലെ തന്നെ ഡൈനാമിക്, സസ്റ്റൈനബിൾ എന്ന് പറയുന്ന 3 കോൺസെപ്റ്റും കൂടെ ഉൾപ്പെടുന്നുണ്ട്. പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത് പാർട്ണർഷിപ്പ് ഈസ് നീഡഡ് ബിറ്റ്വീൻ ദ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടർ ആൻഡ് NGOs ടു ഫോർമുലേറ്റ് ദ പ്ലാൻസ് ഓഫ് സസ്റ്റൈനബിൾ ലിവ്ലിഹുഡ്. ഡൈനാമിക് എന്ന് പറയുന്നത് ദ ഗവൺമെന്റ് ഏജൻസീസ് മസ്റ്റ് ബി ഡൈനാമിക് ആൻഡ് ഷുഡ് കീപ് ഇൻ മൈൻഡ് ദ ചേഞ്ചിങ് നീഡ്സ് ഓഫ് ദ പീപ്പിൾ വിച്ച് റിക്വയർ എ കണ്ടിന്യൂസ് സെക്യൂരിറ്റി ആൻഡ് amendments in the framework and politics. Sustainability എന്ന് പറയുന്നത് the 4 key dimensions that make livelihood sustainable are economic, institutional, social and environmental. ആ 3 കാര്യങ്ങൾ ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ വരുന്നത് സസ്റ്റൈനബിൾ കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. ദ പ്രൈവറ്റ് സെക്ടർ ക്യാൻ പ്ലേ ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ അച്ചീവിംഗ് ദ ഗോൾ ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് വിച്ച് ക്യാൻ ബി ഡൺ ബൈ ഇംപ്ലിമെന്റിംഗ് സസ്റ്റൈനബിൾ പോളിസീസ് ആസ് എ part of these their social corporate responsibility. The local communities can get involved in the programs and activities that are concerned with the sustainability of the planet. അപ്പോൾ ആ സസ്റ്റൈനബിൾ കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും നമുക്ക് ഈ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റുമായിട്ട് ഇന്റർലിങ്ക്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ റെഗുലേഷൻസ് ആൻഡ് കറപ്ഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. The countries with the less development economics do not have the capacity for enforcement of the plans may be government for sustainable development. Corruption also act as a hindrance of the in the process as it helps the industrialize. അതുപോലെ corruption also acts the hindrance of the process as it helps the industrialize to have access to the permits and license. The health and other sectors are affected. Hence, the health and well-being are at risk. Corporation in public health institutions in not urgency addressed. അപ്പോൾ ഈ ഒരു അത് വലിയ കാര്യമില്ല. കാരണം നമുക്ക് കൃത്യമായിട്ട് നോക്കാനുള്ളത് എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിൽ ഇക്കണോമിക് ഫാക്ടേഴ്സ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് പറഞ്ഞാൽ പോപ്പുലേഷൻ കുറയ്ക്കണം. അതുപോലെ തന്നെ ഇൻഡസ്ട്രീസ് നമുക്ക് കുറച്ചുകൂടെ നമ്മളുമായിട്ട് സഹകരിച്ചാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ. കാരണം ഇൻഡസ്ട്രീസിൽ നിന്ന് ഒരുപാട് മാലിന്യങ്ങൾ പുറന്തള്ളുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും നല്ല രീതിയിലുള്ള ഒരു ഡെവലപ്മെന്റ് നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല. മലിനീകരണ പ്രശ്നം കൂടുതലായിട്ട് ഈ ഇൻഡിവിജ്വൽസിൽ നിന്നുണ്ടാവുന്നതിനേക്കാൾ കൂടുതലായിട്ട് വ്യാപകമായിട്ട് വരുന്നത് നമ്മുടെ ഇൻഡസ്ട്രീസിൽ നിന്നാണ് നമുക്കറിയാം, വ്യവസായങ്ങളിൽ നിന്നാണെന്നറിയാം. അതുകൊണ്ട് വ്യവസായശാലകളിലെ നിയമങ്ങളൊക്കെ തീർത്തും പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് നോക്കേണ്ടതും നമ്മുടെ ഗവൺമെന്റ് ഉത്തരവാദിത്തമാണ്. ഓക്കെ, ഇനി എൻവയോൺമെന്റൽ കോമ്പണൻസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് നമുക്ക് നമ്മുടെ പരിസ്ഥിതിപരമായിട്ടുള്ള ഘടകങ്ങൾ ഈ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. The viable use of biomass and energy, making the changes in the sustainable patterns of consumption of production, focusing on the cleaner production and eco-efficiency, including the private companies and other authorities. For focal areas including transport, waste and chemicals, safeguarding the natural resources based on economic and social development. അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇത്തരത്തില് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഭാഗത്തു നിന്നുള്ള കുറച്ച് സഹകരണവും നമുക്ക് ഈ ഒരു ഗവൺമെന്റ് ആവശ്യമാണ്. അതുപോലെ തന്നെ ഇൻഡസ്ട്രീസിന്റെ ഭാഗത്തു നിന്നുള്ള സഹകരണങ്ങൾ നമുക്ക് ആവശ്യമാണ്. ഈ രണ്ടും കൂടെ ഒത്തുചേർന്നാൽ മാത്രമേ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ആശയം പൂർണ്ണമാക്കാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അതൊക്കെയാണ് ഇവിടെ പറയുന്നത്. അത് കഴിഞ്ഞ ശേഷം വരുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്റഗ്രേഷണൽ തോട്ട് ത്രൂ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. ഇന്റഗ്രേഷൻ ത്രൂ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് പറയുന്നത് SDG എന്ന് പറയും കേട്ടോ. അതിന്റെ ഷോർട്ട് ഫോം ആണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. അപ്പോൾ അതില് the main objective of the 2030 agenda for sustainable development is the achievable sustainable development in 3 dimensions: economic, social and environmental, in the balanced and integrated manner. The emphasis of the UN economics
Economic and Social Commission of Asia and the Pacific is on the need for policy shifts of promote integration. ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇന്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ കൂടിച്ചേർന്ന് അല്ലെങ്കിൽ സഹകരിച്ച് പ്രവർത്തിക്കുന്നതിനെയാണ് പറയാം. അപ്പൊ നല്ല രീതിയിൽ നമ്മുടെ പല കാര്യങ്ങൾ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ സോഷ്യൽ ആയിട്ടും അതുപോലെ തന്നെ എൻവയോൺമെന്റൽ ആയിട്ടും ഒക്കെ അതുപോലെ ഇനി ഇക്കണോമിക് ആയിട്ടുമുള്ള എല്ലാ ഘടകങ്ങളും ഒന്നിച്ചു ചേർന്ന് ഇന്റഗ്രേറ്റ് ചെയ്ത് പ്രവർത്തിച്ചാൽ മാത്രമേ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമുക്ക് പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇക്കണോമിക്കിന്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞു പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യണം, കാരണം ഇക്കണോമിക് ആയിട്ട് നമ്മൾ കൂടുതൽ ഡെവലപ്ഡ് ആയാൽ മാത്രമേ സസ്റ്റൈനബിലിറ്റി നമുക്ക് ഉറപ്പുവരുത്താനായിട്ട് സാധിക്കുള്ളൂ. പിന്നെ പറയുന്നത് സോഷ്യലായിട്ട് നമ്മൾ ജെൻഡർ ഇക്വാലിറ്റിയും കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവരണം. ഇതെല്ലാം നമ്മളെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനെ സഹായിക്കുമെന്ന് പറഞ്ഞു. പിന്നെ എൻവയോൺമെന്റിന്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞു പരിസ്ഥിതി മലിനീകരണം നമുക്ക് കുറയ്ക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ഇത്രയും 3 കോമ്പോണൻസും ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിച്ചാലാണ് ഈ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ആശയം നമുക്ക് കൂടുതലായിട്ട് മുന്നോട്ട് കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഫണ്ടമെന്റൽ പോളിസി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, ലോങ് ടേം ബെനിഫിറ്റ്സ്, റീപ്ലേസ്മെന്റ് ഓഫ് GDP, ലിമിറ്റഡ് റിസോഴ്സസ്, ഈ 4 കാര്യങ്ങളും ഈ ഒരു ഈ ഇന്റഗ്രേഷൻ, അതായത് ഈ 3 കാര്യങ്ങൾ ഇക്കണോമിക്കായിട്ടും സോഷ്യലായിട്ടും എൻവയോൺമെന്റലായിട്ടുമുള്ള സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ കോമ്പോണൻസിനെ ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ള കുറച്ച് മാർഗങ്ങളാണ് പറയാ. ഫണ്ടമെന്റൽ പോളിസി എന്ന് പറയുന്നത് ദിസ് ഇൻക്ലൂഡ്സ് the social justice and ecological sustainability, long-term benefits. The focus should be on the long-term benefits for all. Replacement of GDP. The focus should be on merits and emphasizes the 3 dimensions of sustainable development. Limited resources. The resources are not limitless, and hence the public policy must keep in mind that the resources constraints cannot always be addressed by technology. അപ്പോൾ 4 കാര്യങ്ങൾ ഓർത്തിരിക്കുക: ഫണ്ടമെന്റൽ പോളിസിയും, ലോങ് ടേം ബെനിഫിറ്റ്സും, റീപ്ലേസ്മെന്റ് ഓഫ് GDPയും, അതുപോലെ ലിമിറ്റഡ് റിസോഴ്സസും. അപ്പോൾ ലോങ് ടേം ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇപ്പോഴും കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ദീർഘകാലത്തേക്കുള്ള ഒരു പ്രയോജനങ്ങൾ നമുക്ക് നൽകും. നമ്മൾ ഇന്ധനത്തിന്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ ജലത്തിന്റെ കാര്യത്തിലാണെങ്കിലും പോലും നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ആശയം കൊണ്ടുവന്നാൽ ഒരുപാട് കാലത്തേക്ക് ചെല്ലുമ്പോൾ അതിന്റെ നല്ല ഗുണങ്ങൾ നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കും. അപ്പൊ ആ കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. അതിൽ നിന്ന് ചോദിച്ചു കണ്ടുള്ള പ്രധാന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസ്ക്രൈബ് ദ ഡയമെൻഷൻസ് ഓഫ് സോഷ്യൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ ചോദ്യങ്ങൾ വരാറുണ്ട് കേട്ടോ. ക്വാളിറ്റി ഓഫ് ലൈഫ്, അതുപോലെ തന്നെ ഇൻകം ഡിസ്ട്രിബ്യൂഷൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അതൊന്ന് ഓർത്തിരിക്കാം. പിന്നെ വരുന്നതെന്ന് പറയുന്നത് റൈറ്റ് എ നോട്ട് ഓൺ ദ 3 pillars ഓഫ് സസ്റ്റൈനബിലിറ്റി. സസ്റ്റൈനബിലിറ്റിയുടെ 3 പില്ലേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. അതൊന്ന് പറയുന്നത് സോഷ്യൽ സസ്റ്റൈനബിലിറ്റി ആണ്, ഇക്കണോമിക് സസ്റ്റൈനബിലിറ്റി രണ്ടാമത്തേതാണ്, എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത് മൂന്നാമത്തെയാണ്. ഈ 3 കാര്യങ്ങളും ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, പിന്നെ വരുന്നത് നമുക്ക് അടുത്ത ചാപ്റ്റർ ആണ് പഠിക്കാനുള്ളത്, 4th ചാപ്റ്റർ. അപ്രോച്ച് ടു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന 3rd ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം the idea of sustainable development was conceived in 1970s, but it's become notable with the World Commission of Environment and Development in 1987, and it's reported on our common future. UN also defined the goals in 1992, but the nations were mostly unsuccessful in moving towards their achievement in the year 2012, and world leaders come together and formulated the framework to achieve Millennium Development Goals. But they could not set an agenda for achieving any sustainable development goals. അപ്പോൾ ഈ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആക്കാനായിട്ട് അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന കോൺസെപ്റ്റ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നതിന് ചില സമീപനങ്ങൾ നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പൊ അത് ഇതൊക്കെയാണ് ആ സമീപനങ്ങൾ നോക്കാം. ഫസ്റ്റ് വന്നത് സ്റ്റാറ്റസ് ക്വോ അപ്രോച്ച് എന്ന് പറയുന്ന ഒരു സമീപനമാണ്. അതിന്റെ എന്ന് പറയാം, according to the supporters of the status quo approach, the problem can be solved. Hence, there is no need to make any fundamental changes. These changes can be made by making adjustments, and these is not imperative need to change the means of decision making or power relations. The lack of mechanisms is also important, and that the existing systems have for establishing following are the tenets of the approach. If the growth is more, it will lead to SD and support the decision of the governments to reduce the progressive nature of taxation, the driver to sustainability in the business. The increase of information changing values, new technologies and innovations are some
of the best means to achieve SD. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സ്റ്റാറ്റസ് ക്വാ അപ്രോച്ചിൽ ഉൾപ്പെടുന്നതാണ്. അതിനെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം ഓർത്തിരിക്കുക, ഇതിനകത്ത് സ്റ്റാറ്റസ് ക്വോ അപ്രോച്ച്, ദ പ്രോബ്ലംസ് ക്യാൻ ബി സോൾവ്ഡ് ആൻഡ് ഹെൻസ് ദെയർ ഈസ് നോ നീഡ് ടു മേക്ക് എനി ഫണ്ടമെന്റൽ ചേഞ്ചസ്. അതൊന്ന് അടയാളപ്പെടുത്തി വെച്ചോളൂ കേട്ടോ. പിന്നെ വരുന്നത് കമ്മ്യൂണിറ്റി കപ്പാസിറ്റി ബിൽഡിംഗ് അപ്രോച്ച് ആണ്. അപ്പം ഈ അപ്രോച്ചുകളുടെ പേരുകൾ മാത്രമെങ്കിലും ഒന്ന് പഠിച്ചു വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമുക്ക് എക്സാമിനൊക്കെ വരുമ്പോൾ ഈ ഒരു അപ്രോച്ചസുകൾ ഏതൊക്കെയാണെന്നൊന്ന് നോക്കുകയാണെങ്കിൽ തന്നെ, നല്ല രീതിയിൽ ഒന്ന് എഴുതി വെക്കുകയാണെങ്കിൽ തന്നെ നല്ല രീതിയിലുള്ള മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ കമ്മ്യൂണിറ്റി കപ്പാസിറ്റി ബിൽഡിംഗ് എന്ന് പറയുന്നത്, ദ മെയിൻ ഫോഴ്സസ് ഓഫ് ദ കമ്മ്യൂണിറ്റി കപ്പാസിറ്റി ബിൽഡിംഗ് ഫോർ ദ CCB അപ്രോച്ച് ഈസ് ഓൺ ദ സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് ഇൻക്രീസ് ഇൻ അക്നോളേജ് ബേസ് ഇൻ ദ development and increase in knowledge based in the populations living below the poverty line. Their contributions in the society is important and hence in the important and they should be skilled and acknowledgement. The aim of ABCD model of the foundation of the acquire, develop, improvement of the transfer across generations, the building of assets. The three main areas in the CCB approach where the ABCD model can be applied are resources and social bonds, human assets. ഈ മൂന്ന് കാര്യങ്ങളും പ്രധാനമാണ്, റിസോഴ്സസും സോഷ്യൽ ബോണ്ട്സും അതുപോലെ തന്നെ ഹ്യൂമൻ അസറ്റ്സും. ഈ ഇൻഡസ്ട്രിയൽ സെക്ടർ അപ്രോച്ച് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, റിവൈവിംഗ് ദ എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ജോബ് ക്രിയേഷൻ. ഇതെന്ന് പറയുന്നത് ദ പ്രൈവറ്റ് സെക്ടർ ഇസ് ദ ഇമ്പോർട്ടന്റ് പാർട്ണർ വിത്ത് ദ പൊട്ടൻഷ്യൽ ടു കോൺട്രിബ്യൂട്ട് ടു മൾട്ടിപ്പിൾ വേസ് ടു ഡെവലപ്പ് ഒബ്ജക്റ്റീവ്സ് ആണ് ഇൻഡസ്ട്രിയൽ സെക്ടർ അപ്രോച്ച്. അപ്പൊ പലതരത്തിലുള്ള അപ്രോച്ചുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്, ഓൾറെഡി നമ്മൾ മെൻഷൻ ചെയ്തു അല്ലെ. അപ്പൊ സ്റ്റാറ്റസ് ക്വോ അപ്രോച്ച് ഉണ്ട് ഒന്ന്, സെക്കൻഡ് എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി കപ്പാസിറ്റി ബിൽഡിംഗ് അപ്രോച്ച് ആണ്, തേർഡ് എന്ന് പറയുന്നതാണ് ഇൻഡസ്ട്രിയൽ സെക്ടർ അപ്രോച്ച് എന്ന് പറയാം. The industry or business plays an important role in the industry sector approach, which deals with the implementation of achieving of SDGs. The private sector is the important partners with the potential to contribute in multiple ways to development objectives, reviving the economic growth and job creation, providing investment and finance, dividing the resource and knowledge that is required to shape innovation solutions to global changes. First one, concentrating on the retail industry with the SDGs 12. The baking industry can also provide the financial products by making use of the energy efficient air conditions, smart bulbs and other renewable energy solutions, stressing on the education industry. For ways to achieve SDGs in the industrial sector approach എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റില്, the two main way through the SDGs can also achieve in the industrial sector approach are as follows: responsible entrepreneurship. The strategies and the operations of the industrial sector can be designed and as economic growth and competitiveness can be strengthening while keeping focus on environmental protection and social responsibility. In order to achieve this goal, the responsible entrepreneurship is important, which makes use of the new approaches to eco-efficiency by combining the environmental centers with their management strategies and planning. അപ്പോൾ പ്രധാനമായിട്ടും ഈ ഒരു അപ്രോച്ചസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനെ കുറിച്ച് പഠിക്കാനുള്ള അപ്രോച്ച് എന്ന് പറയുന്നത് മൂന്നെണ്ണമാണ്. സ്റ്റാറ്റസ് ക്വോ അപ്രോച്ച് ഉണ്ട്, കമ്മ്യൂണിറ്റി കപ്പാസിറ്റി ബിൽഡിംഗ് അപ്രോച്ച് ഉണ്ട്, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ സെക്ടർ അപ്രോച്ച് എന്ന് പറയുന്ന മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. പിന്നെ വരുന്നൊരു കാര്യം എന്ന് പറയുന്നത്, പ്രധാനമായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത് ഈ ഒരു ഇന്റഗ്രേറ്റഡ് സിസ്റ്റം അപ്രോച്ചും അതും ഇതിനകത്ത് ഉൾപ്പെടുന്നതാണ് കേട്ടോ. നമ്മൾ പറഞ്ഞ പോലെ അപ്രോച്ചസുകൾ എന്ന് പറയുന്നതിൽ ഉൾപ്പെടുന്നതാണ് ഇന്റഗ്രേറ്റഡ് സിസ്റ്റം അപ്രോച്ച് എന്ന് പറയുന്നത്. അത് the UN Department of Economic and Social Affairs presented in its report, and that there was a lack of integration, inclusion and coherence because the focus of the nations is mostly on economic growth and poverty reduction. So the focus on the integrated systems approach is designing and adopting of the SD strategies and plans which combine environmental, social and economic dimensions and also resale their linkages. It is important that the governments understand the interlinkages between the systems and their subsystems. The traditional sector-based approaches and tools are not fit for this purpose, and this forms the basis for the importance of an
integrated system approach in SD planning and strategy formulation. The UN laid down some areas for transformation, which are the supportive political system, effective planning agencies, access to information, strong UN system, consistent coordination, capacity building for media and civil society membership in multilateral agencies and education in schools. അപ്പോൾ issues in transition എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൂടിയുണ്ട്. There are many challenges and issues involving in the process of transition, and some of the factors impacting in transition towards ST including deficient participation of stakeholders, corruption, shocks and insecurity, lack of fitness and debates, instability and internal, external conflict, gaps in acknowledgement, resistance to change, lack of transparency, recognition of civil society, lack of database and youth employment. അപ്പോൾ ഈ ഒരു ഇന്റഗ്രേറ്റഡ് സിസ്റ്റം അപ്രോച്ചിൽ വരുന്നത് നമുക്ക് പറയാം പല രീതിയിലുള്ള സിസ്റ്റംസ് ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ നല്ല രീതിയിലുള്ള ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സാധ്യമാകുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ആ ഒരു കോൺസെപ്റ്റിൽ തന്നെയാണ് ഇന്റഗ്രേറ്റഡ് സിസ്റ്റം അപ്രോച്ച് എന്ന് പറയുന്ന കോൺസെപ്റ്റ് രൂപീകൃതമായിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കോൺസെപ്റ്റ് ആണ് അല്ലെങ്കിൽ അപ്രോച്ച് ആണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് അപ്രോച്ച് എന്ന് പറയാം. ഓക്കെ, ദ മെയിൻ ഗോൾ ഓഫ് എനി സൊസൈറ്റി ഓർ a government is the human development or the well-being of humans. The focus of the human development is on the results of wider possibilities to choose. The main objectives of human development is not the generate greater wealth or achieving greater economic growth, but the expansion of choices for every human being. The focuses of World Happiness Report 2020, which is the 8th report, is on the social, urban, and natural aspects of environment. The report also examines the science of measuring and understanding SWB and to use survey measures life satisfaction or to track the quality of lives and evaluate social environment for happiness. അപ്പോൾ ഹ്യൂമൻ ഡെവലപ്മെന്റ് അപ്രോച്ച് കൂടെ ഒന്ന് ജസ്റ്റ് നോക്കി വെച്ചോളാം കേട്ടോ. പിന്നെ വരുന്നത് മെയിൻ ഏരിയാസ് ഓഫ് ഫോക്കസ് ഇൻ WHR എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. അപ്പം സോഷ്യൽ എൻവയോൺമെന്റ് ഫോർ ഹാപ്പിനെസ്, അതുപോലെ തന്നെ അർബൻ ഹാപ്പിനെസ്, വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടല്ലേ. നമുക്കറിയാലോ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്, അതാണ് WHR. അതൊക്കെ നമ്മുടെ എന്താണ് രാജ്യങ്ങളുടെയും സംസ്ഥാനങ്ങളുടെയും ഒക്കെ എങ്ങനെയാണ് അവരുടെ ജീവിതം നിലനിൽക്കുന്നത്, അവർ ഹാപ്പിയാണോ, അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് ഈ WHRന്റെ റിപ്പോർട്ടിന്റെ പ്രവർത്തന ഫലമായിട്ടാണ്, അല്ലെങ്കിൽ അതിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പം ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു സ്ഥലം എന്നൊക്കെ പറഞ്ഞ് ഫിൻലാൻഡ് ആണെന്നൊക്കെ പറഞ്ഞു വന്നിരുന്നു. അപ്പൊ അതുപോലെ തന്നെ സന്തോഷത്തിന്റെ ലെവല്, അവിടെ താമസിക്കുന്ന ആളുകൾ എത്രത്തോളം സന്തോഷവാന്മാരാണ് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ഈ ഒരു സർവേകളിലൂടെ മറ്റും അറിയാനായിട്ട് സാധിക്കും. അപ്പൊ അതൊക്കെ നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ ഒക്കെ ഒരു ഭാഗമായിട്ട് നമ്മൾ എടുക്കാറുണ്ട്. മെയിൻ ഏരിയാസ് ഓഫ് ഫോക്കസിങ് ഇൻ WHR എന്ന് പറയുന്നത് നോക്കാം. വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ്, ഏതൊക്കെ രീതിയിലാണ് ഇവര് ഹാപ്പിനെസ് നോക്കുന്നത് നോക്കാം. സോഷ്യൽ എൻവയോൺമെന്റ് ഫോർ ഹാപ്പിനെസ് എന്നൊന്ന് നോക്കുക. അപ്പൊ അത് ഫസ്റ്റ് കോൺസെപ്റ്റ് ആണ്. ഈ ഒരു ഭാഗം ഓക്കെ ആണെങ്കിലാണ് അവിടെ ഒരു ഹാപ്പിനെസ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. The 6 factors on which the report focusing on having someone on count on, having a sense of freedom to make key life decisions, generosity, trust, efforts of inequality on average happiness, and how a good social environment operates to reduce inequality. അതുപോലെ തന്നെ അർബൻ ഹാപ്പിനെസ് നോക്കും കേട്ടോ, അതായത് നമ്മുടെ നഗരപ്രദേശങ്ങളിലെ ജീവിത നിലവാരം, സന്തോഷമൊക്കെ നോക്കും. അതുപോലെ തന്നെ സസ്റ്റൈനബിൾ നാച്ചുറൽ എൻവയോൺമെന്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നോക്കും. According to the survey done by WHR, the various populations have negative effects on the life evaluations. The survey on the linkages of natural environment and happiness amongst people revealed that the people reported being happy mostly when they were close to the river, canal, public parks, or doing some activities like bird watching, walking to the public parks, etc., as compared to being sanitary at home. അപ്പോൾ സസ്റ്റൈനബിൾ നാച്ചുറൽ എൻവയോൺമെന്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇവർ നോക്കാറുണ്ട്. കാരണം നമ്മൾ സന്തോഷവാന്മാരാവുന്ന എപ്പോഴാണ്, എപ്പോഴെങ്കിലും നമ്മൾ പ്രകൃതിയുമായിട്ട് ഇണങ്ങി ചേരുമ്പോൾ, അല്ലെങ്കിൽ പ്രകൃതിയുമായിട്ട് ഒരു നടക്കാനൊക്കെ പോകുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഹാപ്പിനെസ് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ റൈഡിന് പോകുമ്പോഴൊക്കെ ഒരു ഹാപ്പിനെസ്, ഒരു സന്തോഷം നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ പക്ഷികളെ നിരീക്ഷിക്കുക, ചെടികളെ നിരീക്ഷിക്കുക, ഇതൊക്കെ നമുക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ്. അപ്പം അതുപോലെ തന്നെ ഒരു പാർക്കിന്റെ സൈഡിലൊക്കെ ജീവിക്കുന്നവര്, അല്ലെങ്കിൽ നദിയുടെ തീരങ്ങളിലൊക്കെ വസിക്കുന്നവര്, അവരൊക്കെ കുറച്ചുകൂടെ ഹാപ്പി ആയിരിക്കും എന്നാണ് പറയാ.
ലാസ്റ്റ് എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആൻഡ് ഹ്യൂമൻ വെൽബീയിങ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് കൂടി ഉണ്ട്. Some indicators were added in the evaluation of SDGs in relation of well-being. There are Human Development Index, Index of Economic Freedoms, Global Place Index, Global Comprehensive Index, Democratic Product per Capita. The three indicators of measures and level of welfare within a country are life expansory indicators, education attainment indicators, and the സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. അപ്പോൾ ഈ നാല് കാര്യങ്ങൾ ഒന്ന് ഓർത്തിരിക്കുക. WHO എന്ന് പറയുന്ന വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഏതൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് അവർ ആ ഒരു ഹാപ്പിനെസ് അളക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഗ്രീൻ അക്കൗണ്ട്സ് അപ്രോച്ച് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. The objective behind focusing on the green economy is on human well-being and social equality, together with reducing environmental risk and ecological scarcity. The focus of green accounts approach is on the national accounts that incorporate environmental externalities, which is turn help us to understand the impact of social life, political and economic actions on environment. അപ്പോൾ ഗ്രീൻ അക്കൗണ്ട്സ് അപ്രോച്ചും നമ്മളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതാണ്. അതിനകത്ത് അതും നമ്മൾക്ക് നല്ല രീതിയിലുള്ള ഒരു ഹാപ്പിനെസ്സും അതുപോലെ തന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റും ഒക്കെ നമ്മൾക്ക് നൽകുന്നുണ്ട്. അപ്പം there must be some basic conditions and guarantees in geophysical terms that compare two of shocks and flaws, for example habitat, healthy food, clean water, etc. to sustain the species. Principles of SD എന്ന് പറയുന്നത് sustainable development എന്ന് പറയുന്നത് the two principles to guide SD were given by Herman Delay, which are as follows: harvest rate must be equal to or lower than regenerative rates, and waste emission rates which must be equal to or lower than the natural assimilation capacities of the ecosystems into which they are emitted. അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് നമുക്ക് കൊണ്ടുവരണമെങ്കിൽ, അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനെ കുറിച്ച് നമുക്ക് ഒരു അവബോധം ഉണ്ടാകണമെങ്കിൽ ഈ അപ്രോച്ചുകളെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു അറിവ് നമുക്ക് ഉണ്ടാവണം. അപ്പോൾ അപ്രോച്ചുകൾ കൃത്യമായിട്ടൊന്ന് പഠിച്ചിരിക്കുകയും കൂടെ ചെയ്യണം. കാരണം എക്സാമിന് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് കേട്ടോ അത്. ഓക്കെ, അപ്പം നമ്മൾ കുറച്ച് പ്രധാനപ്പെട്ട ഈ അപ്രോച്ചുകളെ കുറിച്ച് പറഞ്ഞു. ആ അപ്രോച്ചുകൾ എവിടെയൊക്കെ എന്തൊക്കെയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതെന്നും പറഞ്ഞിരുന്നു. നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഗോൾസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ്. അതായത് ലക്ഷ്യങ്ങൾ. നമുക്ക് ഇതിനും ലക്ഷ്യം വേണം അല്ലെ? ലക്ഷ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ നല്ല ജീവിത വിജയം നമുക്ക് നേടാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അത്തരത്തിൽ നോക്കുവാണെങ്കിൽ ജീവിത വിജയത്തിന് ആവശ്യമായിട്ടുള്ള ലക്ഷ്യങ്ങൾ നമ്മളൊന്ന് ഓർഡർ ചെയ്ത് നമ്മൾ വെക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനും ഓരോ ഗോൾസ് ഉണ്ട്, ഓരോ ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങളെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. From the 8 MDGs by the Global Development Agenda defined by UN are as follows. അപ്പം 8 രീതിയിലുള്ള ഡെവലപ്മെന്റ് ഗോൾസിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. അതൊന്ന് ജസ്റ്റ് നോക്കി വെച്ചോണം കേട്ടോ. ഫസ്റ്റ് വൺ, എലിമിനേറ്റിംഗ് പോവർട്ടി ആൻഡ് ഹാങ്. അതായത് പോവർട്ടി, അതായത് ദാരിദ്ര്യം ഇല്ലാതാക്കുക, വിശപ്പില്ലാതാക്കുക, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. പിന്നെ അറ്റൈനിങ് യൂണിവേഴ്സൽ പ്രൈമറി എഡ്യൂക്കേഷൻ, അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു പ്രൈമറി എഡ്യൂക്കേഷൻ സിസ്റ്റം എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യുക, എല്ലാവർക്കും ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളത്. പിന്നെ എൻകറേജിങ് ജെൻഡർ ഇക്വാലിറ്റി ആൻഡ് എംപവറിംഗ് വുമൺ, അതായത് ജെൻഡർ ഇക്വാലിറ്റിനെ കുറിച്ച് നമ്മൾ കൂടുതൽ അവയർ കൊടുക്കുക. അതുപോലെ തന്നെ വുമൻസിനെ കുറച്ചുകൂടെ മുൻനിരയിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. കാരണം എല്ലാ രീതിയിലും ആണുങ്ങളും പെൺകുട്ടികളും തുല്യമാണെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിലുള്ള ഡെവലപ്മെന്റ് നമ്മുടെ രാഷ്ട്രത്തിൽ ഉണ്ടാവുകയുള്ളൂ എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അതുകൊണ്ട് തന്നെയാണ് പറയുക, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യത കൊടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. പിന്നെ റെഡ്യൂസിങ് ദ ചൈൽഡ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ചൈൽഡ് മോർട്ടാലിറ്റി റേറ്റ് നമ്മൾ നോക്കണം. അപ്പം ശിശുമരണ നിരക്കൊക്കെ കുറയ്ക്കാനൊക്കെ നമ്മൾ കൃത്യമായിട്ടൊന്ന് നോക്കുക. അതുപോലെ തന്നെ മാതൃമരണ നിരക്കൊക്കെ കുറയ്ക്കാനായിട്ട് നമ്മൾ കൃത്യമായിട്ട് ശ്രമിക്കുക. ഇതൊക്കെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഒരു ഗോൾ എന്ന് പറയാം. കാരണം ഉണ്ടാകുമ്പോഴേ കുഞ്ഞ് മരിക്കുന്ന രീതിയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ പോഷകാഹാരക്കുറവ് കൊണ്ട് കുഞ്ഞുങ്ങളുടെ മരണമൊക്കെ ഒരുപാട് നടക്കുന്ന ഒരു രാജ്യമായിരുന്നു ഇന്ത്യ. അപ്പൊ അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. അതുപോലെ തന്നെ പ്രസവ ശുശ്രൂഷ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള പ്രസവരക്ഷ ഇല്ലാതെ ഒരുപാട് പെൺകുട്ടികൾ മരണമടയുന്ന ഒരു കാലഘട്ടവും കൂടെ ഇന്ത്യക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്നെല്ലാം ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും ഇന്നും പൂർണ്ണമായിട്ട് നമ്മൾ ഓവർകം ചെയ്തിട്ടില്ല. അപ്പൊ അതൊക്കെയാണ് ഇത്തരത്തില് മാതൃമരണ നിരക്കും ശിശുമരണ നിരക്കും ഒക്കെ കുറയ്ക്കാനായിട്ട് ഉള്ള ബാധ്യസ്ഥത നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനുണ്ട്.
പിന്നെ വർക്കിംഗ് ടുവേർഡ്സ് മെറ്റേണൽ ഹെൽത്ത്. മെറ്റേണൽ ഹെൽത്ത് കൂടുതലായിട്ട് നോക്കാനായിട്ട് നമ്മൾ നോക്കണം. പിന്നെ ഫൈറ്റിംഗ് ദ ഡിസീസസ് ലൈക്ക് HIV, AIDS, മലേറിയ എക്സെട്ര. അപ്പോൾ പല രീതിയിലുള്ള മാരകമായ രോഗങ്ങളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നുള്ള നമുക്ക് ഫൈറ്റ് ചെയ്യേണ്ടതും ഈ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ ഗോളാണ്. പിന്നെ വരുന്ന എസ്റ്റാബ്ലിഷിംഗ് എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി, ഫോർമുലേഷൻ ഓഫ് ഗ്ലോബൽ പാർട്ണർഷിപ്പ് ആൻഡ് ഫോർ ഡെവലപ്മെന്റ്. ഇതും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇനി വരുന്നത് സം ഡിഫറൻസസ് ബിറ്റ്വീൻ MDGs ആൻഡ് SDGs ആർ ആസ് ഫോളോസ്. അപ്പം നമുക്ക് SDGs എന്ന് പറയാം, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനെ കുറിച്ച് നമുക്കറിയാം. അതുപോലെ തന്നെ മിലീനിയം ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് പറയുന്നതും ഈ ഒരു രണ്ടും തമ്മിലുള്ള ഡിഫറൻസും കാര്യങ്ങളും ഒക്കെയാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. സീറോ ഗോൾസ് ഫസ്റ്റ് ഒരു കോൺസെപ്റ്റ് ആണ്. സീറോ ഗോൾസ് എന്ന് പറയുന്നത് ടാർഗറ്റ് സെറ്റ് ഇൻ ദ MDGs വാസ് ദ റീച്ച് ഹാഫ് വേ. Both the focus of SDGs is on completing the goals. The goals including zero hunger or zero preventable child deaths. Universal goals, the UN understood the problems of development nations and the integrated problems of raising inequalities between rich and poor countries. പിന്നെ നേച്ചർ ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഗോൾസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് നോ പോവർട്ടി ആൻഡ് പോവർട്ടി ഇൻ ഓൾ ഇറ്റ്സ് ഫോംസ് എവരിവെയർ. അപ്പം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ ഒരു ഗോൾസ് പറയുന്നത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നോ പോവർട്ടി തന്നെയാണ്. ദാരിദ്ര്യം ഇല്ലാതാക്കുക. കേട്ടോ, ഒന്ന് അണ്ടർലൈൻ ചെയ്യുക എന്നെങ്കിൽ നോട്ട് ചെയ്യുക വെച്ചോളുക. No poverty. There are many strategies designed by the Indian government to bring the poverty under control and has focused on stability, increasing its gross domestic production rate. The programs are implemented by developing infrastructure and support services, creating productive assets, developing skills, supporting entrepreneurship, and by promoting social protection measures aimed at reducing risk from natural and other disasters. അപ്പോൾ ഇത്തരത്തിൽ നോ പോവർട്ടി എന്ന് പറയുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ രണ്ടെന്ന് പറയുന്നത് സീറോ ഹാങ്ങർ ആണ്. അതായത് നമുക്ക് ദാരിദ്ര്യം ഇല്ലാതാക്കുക അല്ലെങ്കിൽ പട്ടിണി ഇല്ലാതാക്കാനായിട്ട് ഈ ഒരു ഗവൺമെന്റിന്റെ പ്രധാന പ്രവർത്തനമായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഫുഡ് സെക്യൂരിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ റിമൂവിംഗ് പോവർട്ടി വിച്ച് ഈസ് ഡിപ്പെൻഡഡ് അപ്പോൺ ദ ഫാക്ടേഴ്സ് ലൈക്ക് ഡൊമസ്റ്റിക് ഫുഡ് പ്രൊഡക്ഷൻ കപ്പാസിറ്റി ടു import food and access to food. India has taken the following measures to achieve the goal of zero hunger. പിന്നെ ഫുഡ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് the National Food Security Act 2013 is the largest food security program in the world. Antyodaya Anna Yojana facilitate an eradication of hunger. Nutrition security എന്ന് പറയുന്നത് under nutrition is the major problem is India. The schemes helping in the area are Pradhan Mantri Vadana Yojana and the scheme of adolescent girls. പിന്നെ അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് മോണിറ്ററിംഗ് എന്നൊക്കെ പറയുന്നത് ഒക്കെ ഇതിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ. സീറോ ഹാങ്കർ, അതായത് ദാരിദ്ര്യം പട്ടിണി ഒക്കെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ ഭാഗമാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. The vaccinations programs against diseases in India has been accumulated worldwide. Some of the special initiatives that have been launched to achieve SDG 3 are universal and affordable health care. അപ്പം എല്ലാ രീതിയിലും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഹെൽത്ത് കെയർ കുട്ടികൾക്ക് കൊടുക്കാനും അല്ലെങ്കിൽ മുതിർന്നവർക്ക് കൊടുക്കാനൊക്കെ നമ്മുടെ ഗവൺമെന്റ് പ്രവർത്തിക്കാറുണ്ട്. ഇതും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഉള്ളിൽപ്പെടുന്ന ഒരു കാര്യമാണ്. കാരണം നമുക്ക് വേണമെങ്കിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള മരുന്നുകളും അല്ലെങ്കിൽ എല്ലാ രീതിയിലുള്ള സഹായങ്ങളും അവർ നൽകാനായിട്ട് തയ്യാറാണ്. കാരണം പണമില്ലാത്ത ആളുകൾക്കൊക്കെ ചികിത്സ നിഷേധിക്കപ്പെടരുതെന്നുള്ളൊരു ചിന്തയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാനായിട്ട് ഗവൺമെന്റിനെ സഹായിച്ചത്. അതുപോലെ തന്നെ ഒരുപാട് നല്ല രീതിയിലുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് കിട്ടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. ഒരുപാട് മെഡിക്കൽ കോളേജിലും എല്ലാം ഇല്ലാത്ത സൗകര്യങ്ങളൊന്നുമില്ല. എല്ലാ രീതിയിലും അവർ സൗകര്യങ്ങൾ കൊടുക്കാറുണ്ട്. പിന്നെ യൂണിവേഴ്സൽ അഫോർഡബിൾ ഹെൽത്ത് കെയർ, അതുപോലെ തന്നെ അഫോർഡബിൾ ഹെൽത്ത് കെയർ എന്ന് പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. The medicines are provided at an affordable price. അപ്പൊ അതും പ്രധാനപ്പെട്ടതാണ്. പിന്നെ വരുന്നൊരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇത്തരത്തില് നമ്മൾ പറഞ്ഞു നമ്മുടെ ഹെൽത്ത് കെയറിന് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുത്താൽ മാത്രമേ നല്ല രീതിയിലുള്ള ഒരു ഡെവലപ്മെന്റ് നമുക്ക് ഉണ്ടാവുള്ളൂ. കാരണം ഹെൽത്ത് ഈസ് വെൽത്ത് എന്നാണ്. അപ്പം അത് നമ്മൾ ഓർക്കുക. പിന്നെ മെഡിക്കൽ ഇൻഫ്രാസ്ട്രക്ചറിന്റെ കാര്യം ഒന്ന് നോക്കാം. അറൌണ്ട് 141 ന്യൂ മെഡിക്കൽ കോളേജസ് ഹാവ് ബീൻ സാങ്ഷൻഡ് ടു ഇംപ്രൂവ് ദ മെഡിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ, റിഡ്യൂസിങ് മെറ്റേണൽ മോർട്ടാലിറ്റി റേഷ്യോ
the MMR was reducing the India by a good ratio, reducing neonatal and under 5 mortality. There was a decline in the infant mortality rate and neonatal rate. Eliminating communicable and non-communicable diseases, the country also witnessed a decline in the communicable and non-communicable diseases like polio, malaria, tuberculosis, and TB and lymphatic filariasis. അപ്പം അത്തരത്തില് പല രീതിയിലുള്ള രോഗങ്ങളിൽ നിന്ന് നമുക്ക് വിമുക്തി നേടാനായിട്ടുള്ള മാർഗങ്ങളും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. കാരണം രോഗങ്ങൾ പല പകർച്ചവ്യാധികൾ കൂടുതലാണെങ്കിൽ നമുക്ക് ഒരിക്കലും നല്ല രീതിയിലുള്ള ഒരു ഡെവലപ്മെന്റ് കാഴ്ചവെക്കാനായിട്ട് സാധിക്കില്ല. പിന്നെ വരുന്നത് ക്വാളിറ്റി എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് കേട്ടോ. ഇതും SDG അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ പ്രധാനപ്പെട്ട ഒരു ഗോൾ തന്നെയാണ് ഈ ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് വരുന്നത് ഏർലി ഇയേഴ്സും അതുപോലെ തന്നെ എലമെന്ററി ആൻഡ് സെക്കൻഡറി എഡ്യൂക്കേഷൻ ഒക്കെയാണ്. Early years എന്ന് പറയുന്നത് the emphasis of the National Early Childhood Care and Education Policy 2013 is on the survival growth of development of children so that they can receive pre-primary education. അപ്പോൾ ഈ ഒരു ഏർലി ഇയേഴ്സിൽ തന്നെ കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും നമ്മുടെ ഗവൺമെന്റ് കൊടുക്കാറുണ്ട്. കാരണം അംഗൻവാടികളാണെങ്കിലും വഴിയും അതുപോലെ തന്നെ സ്കൂളുകൾ വഴിയും എല്ലാം കുട്ടികളെ ചേർക്കാനുള്ള ഒരു കുട്ടിക്ക് പോലും വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടാതിരിക്കാനുള്ള എല്ലാ നടപടിക്രമങ്ങളും ഗവൺമെന്റ് എടുക്കുന്നുണ്ട്. ഒരു കുട്ടി ജനിക്കുമ്പോൾ മുതൽ തന്നെ അതിൻ്റെയൊക്കെ പേര് എൻ്റർ ചെയ്യുകയും അതിൻ്റെ കാര്യങ്ങളെല്ലാം നടപടിക്രമങ്ങളൊക്കെ എടുക്കുകയൊക്കെ ചെയ്യുന്നത് ഇതിൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ്. പിന്നെ എലമെന്ററി ആൻഡ് സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ ദ റൈറ്റ് ഓഫ് ചിൽഡ്രൻ ടു ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ മെയ്ഡ് എഡ്യൂക്കേഷൻ കമ്പൽസറി അപ് ടു 40 years ആൻഡ് ദ ഗവൺമെന്റ് ഈസ് വർക്കിംഗ് ഹാർഡ് ബൈ ഇംപ്രൂവിംഗ് അപ്പോൺ ദ ബേസിക് സർവീസസ് ലൈക്ക് ടോയ്ലറ്റ്സ് ആൻഡ് ക്ലീൻ ഡ്രിങ്കിംഗ് വാട്ടർ ആൻഡ് സ്കൂൾസ്. In improving educational outcomes at primary and secondary levels, the focus of the modern education is that functional literacy, numeracy, critical and cognitive thinking skills. അതും പ്രധാനപ്പെട്ടതാണ്. പിന്നെ വരുന്നത് ഹയർ എഡ്യൂക്കേഷൻ ആണ്. നമ്മൾ പറഞ്ഞു പ്രൈമറി ലെവൽ മുതൽ നല്ല എഡ്യൂക്കേഷൻ കൊടുക്കാൻ നമ്മുടെ ഗവൺമെന്റ് സഹായങ്ങൾ കൊടുക്കാറുണ്ടെന്ന് പറഞ്ഞു എല്ലാ വീടുകളിലുള്ള ആളുകൾക്കും. അതുപോലെ തന്നെ ഹയർ എഡ്യൂക്കേഷനും വളരെ പ്രാധാന്യത്തോടെയാണ് നമ്മൾ കാണുന്നത്. There is the increase in the number of university level institutions by 37% and the women's access to learning opportunities has improved. അപ്പം 37% ഇൻസ്റ്റിറ്റ്യൂഷൻസ് വർദ്ധിപ്പിക്കുകയും വിമൻസിന്റെ പാർട്ടിസിപ്പേഷൻ വർദ്ധിപ്പിക്കാനും ഒക്കെ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഉണ്ടായി വന്നിട്ടുണ്ട് അല്ലെ. നമുക്കറിയാം ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ വരുന്നത് സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഇതിൽ വരുന്നത്. പ്രധാനമന്ത്രി കുശാൽ വികാസ് യോജന ensures that the youth are given skill training and inculcate industry level relevant skills. സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ജെൻഡർ ആൻഡ് ഡിസബിലിറ്റി സെൻസിറ്റീവ് എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ് എന്ന് പറയുന്നതും ഒന്ന് നമുക്ക് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ജെൻഡർ ഇക്വാലിറ്റി, അച്ചീവിംഗ് ജെൻഡർ ഇക്വാലിറ്റി ആൻഡ് എംപവർമെന്റ് ഓൾ വിമൻ ആൻഡ് ഗേൾസ്. Gender equality is important. The India has worked at the first place of reducing the gender gap for the past 5 years. The efforts made in the regard as follows: social protection and livelihoods, അതുപോലെ സ്കില്ലിംഗ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ, പൊളിറ്റിക്കൽ ആൻഡ് ഇക്കണോമിക് പാർട്ടിസിപ്പേഷൻ, അതുപോലെ തന്നെ സോഷ്യൽ എംപവർമെന്റ്. ഇതൊക്കെ എന്താണ് നമ്മുടെ ജെൻഡർ ഇക്വാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് കേട്ടോ. ഇതും നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഒരു പ്രധാനപ്പെട്ട ഗോളാണ്. കാരണം ജെൻഡർ ഇക്വാലിറ്റി ഉണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കാണാനായിട്ട് സാധിക്കും. അപ്പൊ അത് ഓർത്തിരിക്കാം. ഫിനാൻഷ്യൽ ഇൻക്ലൂഷനും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ഇക്കണോമിക് പാർട്ടിസിപ്പേഷനും ഒക്കെ രണ്ട് കൂട്ടരുടെയും ആൺകുട്ടികളുടെ ഇടയിലും പെൺകുട്ടികളുടെ ഇടയിലും തുല്യമായിട്ടുണ്ടാവണം. കാരണം ഇന്ന് എന്തോരം കുടുംബങ്ങളിലുള്ള പെൺകുട്ടികളാണ് നല്ല രീതിയിൽ പഠിച്ച് ജോലി വാങ്ങിച്ച് കുടുംബത്തിന് താങ്ങും തള്ളുമായിട്ട് നിൽക്കുന്നത് അല്ലെ. അപ്പൊ ആ രീതിയിൽ നോക്കുവാണെങ്കിൽ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം കൊണ്ട് ഒരിക്കലും അച്ഛനമ്മമാർക്കോ രാജ്യത്തിനോ നഷ്ടം ഉണ്ടാവില്ല. വെറുതെ പഠിച്ച് വീട്ടിൽ മാത്രം ഒതുങ്ങി കൂടുന്ന കുട്ടികളാണെങ്കിൽ അതൊരു പക്ഷേ പ്രശ്നമാകും. പക്ഷെ നമ്മൾ നല്ല രീതിയിൽ വിദ്യാഭ്യാസം നേടിയതിനു ശേഷം അത് വർക്ക് ചെയ്യാനായിട്ട് അതിൽ കൂടുതൽ പ്രാവീണ്യം നേടി എന്തെങ്കിലും ജോലി ചെയ്യാനായിട്ട് കൂടുതലായിട്ട് ശ്രമിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇനി അത് വേറെ ഉള്ളത് ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. ഇതും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ ഒരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്. സേഫ് ആൻഡ് അഫോർഡബിൾ ഡ്രിങ്കിങ് വാട്ടർ ഫോർ ഓൾ. അപ്പം സുരക്ഷിതമായിട്ടുള്ള കുടിവെള്ളം എല്ലാവർക്കും ലഭ്യമാക്കേണ്ടത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. അതുപോലെ വാട്ടർ ക്വാളിറ്റി, ജലത്തിന്റെ ഗുണമേന്മ ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ കടമയാണ്. കാരണം ചിലപ്പോൾ നമുക്ക് മലിനീകരണ പ്രശ്നങ്ങളുള്ള ഏരിയയിലെ വെള്ളം എന്ന് പറയുന്നത് ചിലപ്പോൾ പ്രശ്നമുള്ളതായിരിക്കാം. ചിലപ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള
എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഈ ഒരു വാട്ടറിന് ഉണ്ടാവാം. അപ്പോൾ വാട്ടർ ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഉറപ്പുവരുത്തണം. പിന്നെ വരുന്നത് സാനിറ്റേഷൻ ആൻഡ് ഹൈജീൻ ഫോർ ഓൾ. അപ്പോൾ നല്ല രീതിയിലുള്ള ശുചിത്വവും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളുമൊക്കെ എല്ലാവർക്കും കിട്ടത്തക്ക രീതിയിൽ നമ്മൾ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാനും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. പിന്നെ അഫോർഡബിൾ ആൻഡ് ക്ലീൻ എനർജി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും കൂടി ഉണ്ട്. അതിൻ്റെ അകത്ത് യൂണിവേഴ്സൽ ആക്സസ് ടു ഇലക്ട്രിസിറ്റി, അതുപോലെ തന്നെ റിന്യൂവബിൾ എനർജി. റിന്യൂവബിൾ എനർജി എന്ന് പറയുന്നത് നമുക്കറിയാം കാറ്റ്, അതുപോലെ തന്നെ തിരമാലകളൊക്കെ റിന്യൂവബിൾ എനർജിയാണ്. നമുക്ക് വേണമെങ്കിൽ ആ ഒരു കാറ്റിൽ നിന്നും തിരമാലകളിൽ നിന്നൊക്കെ വേണമെങ്കിൽ വൈദ്യുതി ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതുപോലെ ഒരുപാട് മാർഗങ്ങളുണ്ട്, ബദൽ മാർഗങ്ങളുണ്ട്. നമുക്ക് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് കൊണ്ടുവരാനായിട്ടൊക്കെ നമ്മളെ സഹായിക്കുന്ന ബദൽ മാർഗങ്ങളൊക്കെ കൂടുതലായിട്ട് നോക്കാനും അത് പ്രവർത്തിക്കാനും കൂടെ ശ്രമിക്കണം. പിന്നെ ക്ലീൻ എനർജി എന്ന് പറയുന്ന ക്ലീൻ എനർജി, കുക്കിംഗ് എനർജി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. A number of programs have been initiated in increase the percentage of clean cooking energy in households, energy efficiency, the widest supply of LPG cylinders to low income households, and helped in reducing the carbon dioxide emissions. അതുപോലെ തന്നെ strengthening international cooperation. In order to strengthen the international cooperation, India is leading to the search for renewable energy solutions. ഇനി വരുന്നത് SDG എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ അവസാനത്തെ 8ാമത്തെ ഒരു ഗോളാണ് കേട്ടോ. ഡീസന്റ് വർക്ക് ആൻഡ് ഇക്കണോമിക് ഗ്രോത്ത് ആണ് അതിന്റെ ഒരു കോൺസെപ്റ്റ്. അതായത് നല്ല രീതിയിൽ മാന്യമായ ജോലി ചെയ്യാനും അതുപോലെ തന്നെ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ഉന്നമനത്തിന് വേണ്ടിയിട്ടും ഉള്ള ഒരു അവകാശം എല്ലാ ആളുകൾക്കും ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടും കൂടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് കുറച്ച് കാര്യങ്ങൾ ചെയ്യണമെന്നാണ് പറയാം. പിന്നെ വരുന്നത് SDG 9 എന്ന് പറയുന്നത് ഇൻഡസ്ട്രി, അതായത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ 9ാമത്തെ ഗോൾ എന്ന് പറയുന്നത് ഇൻഡസ്ട്രി ഇന്നോവേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നതാണ്. ഇൻഡസ്ട്രിയിലും ഇന്നോവേഷൻസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് വ്യവസായ ശാലകളിൽ നിന്നുള്ള ഒരു സഹകരണം കൂടെ നമുക്ക് ആവശ്യമാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്. അപ്പൊ അതും കൂടെ ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ ചുമതലയാണ്. പിന്നെ വരുന്നത് ഈ SDG അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ 10ാമത്തെ ഒരു ഗോൾ എന്ന് പറയുന്നത് റിഡ്യൂസിങ് ഇൻഇക്വാലിറ്റീസ് ആണ്. അതായത് ഇൻഇക്വാലിറ്റീസ് എന്ന് പറയുന്നത് തുല്യത ഇല്ലാത്തൊരു അവസ്ഥയാണല്ലോ. അസന്തുലിതാവസ്ഥ ഇല്ലാതാക്കാനായിട്ട് നമ്മൾ പരമാവധി ശ്രമിക്കണം. ജാതിയുടെ പേരിലോ മതത്തിന്റെ പേരിലോ അല്ലെങ്കിൽ നിറത്തിന്റെയോ വർണ്ണത്തിന്റെയോ പണത്തിന്റെയോ പേരിൽ ഒന്നും നമുക്ക് ഇൻഇക്വാലിറ്റീസ് ഉണ്ടാവാൻ പാടില്ല. എല്ലാവരും ഈക്വലായിട്ട് കാണാനായിട്ട് ശ്രമിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അപ്പോൾ പ്രൊമോട്ടിങ് ഇൻകം ഗ്രോത്ത്, അതുപോലെ തന്നെ പ്രൊമോട്ടിങ് ഇക്വാലിറ്റി ഇൻ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഔട്ട്കംസ്, ഇതൊക്കെ നമ്മളെ സംബന്ധിച്ച് ഈ ഒരു റെഡ്യൂസിങ് ഇൻഇക്വാലിറ്റീസിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ. കാരണം നമുക്ക് എല്ലാവർക്കും ഒരു തൊഴിൽ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ നമുക്ക് ജോലി ചെയ്യാനുള്ള ഒരു അവസരങ്ങൾ കിട്ടുക എന്ന് പറയുന്ന വലിയ കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള തൊഴിലവസരങ്ങൾ ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അതുപോലെ തന്നെ ഈ ഒരു പ്രൊമോട്ടിങ് ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഔട്ട്കംസ്, നമുക്കൊരു ഇക്വാലിറ്റി ഒക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഓക്കെ. പിന്നെ വരുന്നത് അതുപോലെ തന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ മറ്റൊരു പ്രധാന ഗോൾ പറയാനാണ് അടുത്തത്. സസ്റ്റൈനബിൾ സിറ്റീസ് ആൻഡ് കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ്. അതായത് ഹൗസിംഗ് ഫോർ ഓൾ, അതുപോലെ സസ്റ്റൈനബിൾ അർബനൈസേഷൻ ആൻഡ് മൊബിലിറ്റി. ഈ 2 കോൺസെപ്റ്റ് ആണ് സസ്റ്റൈനബിൾ സിറ്റീസ് ആൻഡ് കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ ഉൾപ്പെടുന്നത് കേട്ടോ. എല്ലാ ആളുകൾക്കും ജീവിക്കാനായി അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഭവനം കൊടുക്കാനായിട്ട് നമുക്ക് കഴിയണം. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഒരു നഗരവൽക്കരണം ഒക്കെ മാത്രമേ നമ്മുടെ ഇവിടെ കൊണ്ടുവരാനായിട്ട് പാടുള്ളൂ. അതും നമ്മളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതാണ്. പിന്നെ വരുന്നത് റീസണബിൾ റെസ്പോൺസിബിൾ കൺസപ്ഷൻ ആൻഡ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. റെസ്പോൺസിബിൾ കൺസപ്ഷൻ ആൻഡ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ ഫുഡ് സിസ്റ്റംസ്, റിസോഴ്സ് എഫിഷ്യൻസി ഒക്കെയാണ് ഈ ഒരു റെസ്പോൺസിബിൾ കൺസപ്ഷൻ ആൻഡ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നതിൽ ഉൾപ്പെടുക. പിന്നെ വരുന്നത് ക്ലൈമറ്റ് ആക്ഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. ക്ലൈമറ്റ് ആക്ഷനിൽ കുറച്ച് കാര്യങ്ങളോട് പറയുന്നുണ്ട്. ക്ലൈമറ്റ് ആക്ഷൻ ഈസ് പോളിസീസ്, സ്ട്രാറ്റജീസ് ആൻഡ് പ്ലാനിങ്, ഫുൾഫില്ലിംഗ് ഗ്ലോബൽ റെസ്പോൺസിബിലിറ്റീസ്, ജനറേറ്റിംഗ് ക്ലീൻ എനർജി, റെഡ്യൂസിംഗ് എമിഷൻസ് ഇന്റൻസിറ്റി ആൻഡ് ഇംപ്രൂവിംഗ് ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ ആൻഡ് പ്രിപ്പയർനെസ്. അപ്പോൾ അത് ഒന്ന് ഓർത്തിരിക്കുക. ക്ലൈമറ്റ് ചേഞ്ച് ആക്ഷനും നമ്മളെ സംബന്ധിച്ച് ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു ആശയം തന്നെയാണ്. ലാസ്റ്റ് എന്ന് പറയുന്ന 14ാമത്തെ ഒരു ഗോൾ ആയിട്ട് ഇവിടെ പറയുന്നത് ലൈഫ് ബിലോ വാട്ടർ ആണ്. അപ്പം അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ, മറൈൻ പൊല്യൂഷൻ, പ്രിസർവിംഗ് മാൻഗ്രോവ്സ് ആൻഡ് കോറൽ റീഫ്സ്, safeguarding marine and coastal ecosystems and developing sustainable marine fishing. അപ്പോൾ ഈ ഒരു
നമുക്ക് നല്ല രീതിയിലുള്ള ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് കൊണ്ടുവരണമെങ്കിൽ നമ്മുടെ സമുദ്രത്തിലുള്ള പൊല്യൂഷൻ കൂടെ കുറയ്ക്കേണ്ടത് പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം സമുദ്രത്തിലുള്ള പൊല്യൂഷൻ കാരണം ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അതും കൂടെ നോക്കണം. പിന്നെ ലൈഫ് ഓൺ ലാൻഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൂടിയുണ്ട്. അത് ഫോക്കസ് ഓൺ ദിസ് ഗോൾ ഈസ് പ്രൊട്ടക്ഷൻ, restoration and promotion of sustainable use of tradition ecosystem. Sustainable manage focuses combat diversion and half the rivers, land degradation and biodiversity loss. അതാണ് ലൈഫ് ഓഫ് ലാൻഡ് എന്ന് പറയാം. അതുപോലെ തന്നെ പാർട്ണർഷിപ്സ് ഫോർ ദ ഗോൾസ് എന്ന് പറയുന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം എല്ലാ ആളുകളും തമ്മിൽ നല്ലൊരു സഹകരണം ഉണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എല്ലാ ലക്ഷ്യങ്ങളും നമുക്ക് പൂർത്തീകരിക്കാനും അത് മുന്നോട്ട് കൊണ്ടുവരാനും നമ്മളെ കൊണ്ട് സാധിക്കും. ദ കൺട്രി ഓഫ് വർക്കിംഗ് ടുവേർഡ്സ് strengthening the means of implementation and revitalization of global partnership for sustainable development. The areas of focus including increasing democratic resources, the entrepreneurship and private sector, and strengthening the South corporation. Some other areas are coalition based approach and working upon the data monitoring and accountability. അപ്പോൾ അതൊന്ന് പാർട്ണർഷിപ്പ് ഫോർ ദ ഗോൾസ് എന്ന് പറയുന്നത് ഒന്ന് നോക്കി വെച്ചോളാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ ഗോൾസിൽ ഉൾപ്പെടുന്നത്. അപ്പൊ ആ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. അതനുസരിച്ച് നമുക്ക് നല്ല രീതിയിൽ എക്സാമിന് ആൻസർ എഴുതാനായിട്ട് സാധിക്കും. ഗോൾസ് തന്നെയാണ് കേട്ടോ എപ്പോഴും എക്സാമിന് വരാൻ സാധ്യതയുള്ളതും. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് അടുത്ത ചാപ്റ്റർ ആണ്. അത് 5th ചാപ്റ്റർ കോൺസെപ്റ്റ്സ് ഓഫ് ഗ്ലോബൽ കോമൺസ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് കേട്ടോ പഠിക്കാനുള്ളത്. അപ്പോൾ ഗ്ലോബൽ കോമൺസിനെ കുറിച്ചും ക്ലൈമറ്റ് ചേഞ്ചും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. നമുക്ക് ഓരോ ഉടമ്പടികൾ അല്ലെങ്കിൽ ഓരോ സന്ധികളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ആ സന്ധികൾ വഴി ഒരുപാട് ചില തീരുമാനങ്ങളൊക്കെ നമ്മൾ എടുക്കാറുണ്ട്. ഐക്യരാഷ്ട്രസഭയിലെ അംഗങ്ങൾ രാഷ്ട്രങ്ങൾ ചേർന്ന് എടുക്കാറുണ്ട്. അപ്പൊ അതെല്ലാം പ്രാവർത്തികമാക്കാറുണ്ട്. അപ്പൊ ആ രീതിയിൽ പരിസ്ഥിതി സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സന്ധികൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് അടുത്ത ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടോ ഇതുവരെ പഠിപ്പിച്ചതില്? എല്ലാം ക്ലിയർ ആണോ? നമ്മൾ 2ാമത്തെ ചാപ്റ്ററും ബാക്കിയും കൂടെ എടുത്തു. അതുപോലെ 3ാമത്തെ ചാപ്റ്ററും 4ാമത്തെ ചാപ്റ്ററും ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് 5th ചാപ്റ്റർ തൊട്ടാണ് കേട്ടോ. 5th ചാപ്റ്റർ എന്ന് പറയുന്നത് ഗ്ലോബൽ കോമൺസ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നതാണ്. അത് നമുക്ക് വിശദമായിട്ട് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഇതൊന്നും ഇല്ലല്ലോ അല്ലെ? എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഇപ്പം ഉണ്ടോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, താങ്ക് യു. അപ്പം ഡൗട്ട് ഇല്ല തോന്നുന്നു. അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലാസ്സുകളിൽ ചോദിച്ചോളുക. നമുക്ക് അതപ്പം അനുസരിച്ച് അതാത് ദിവസം തന്നെ ക്ലിയർ ചെയ്ത് പോവാം കേട്ടോ. ഓക്കെ, അപ്പം പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞ ഹെഡിങ്സ് കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കാം. നമ്മൾ പറഞ്ഞത് അപ്രോച്ചസ് കുറെ പറഞ്ഞു. ഏതൊക്കെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് വേണ്ടിയുള്ള അപ്രോച്ചസ് ഏതൊക്കെയാണെന്ന് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ ഈ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ ഗോൾസ് എന്തൊക്കെയാണ്, ഗോളുകൾ ഏതൊക്കെയാണ്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് നമ്മുടെ ഇന്ത്യയിൽ ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ അതിന് കുറച്ച് ഗോൾസും കാര്യങ്ങളും ഉണ്ടായിരുന്നു, അത് എന്തൊക്കെയാണ് എന്നുള്ള കാര്യം കൂടെ കൃത്യമായിട്ട് പഠിച്ചിരിക്കാം. അത് രണ്ടും പ്രധാനപ്പെട്ടതാണേ. അതൊന്ന് ജസ്റ്റ് നോക്കി വെച്ചിട്ട് വേണം അടുത്ത ക്ലാസ്സിൽ വരാൻ. ഓക്കെ, താങ്ക് യു.